തെരുവു നായകളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് സ്ഥാപകൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പിള്ളി. റാബീസ് വാക്സിൻ കമ്പനികളെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായവും നിയമസഹായവും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് എന്ന സംഘടന കൊച്ചി ആസ്ഥാനമായി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി രൂപീകരിച്ചത്. ഈ സംഘടന രൂപീകരിച്ചതു മുതൽ ഇതിനെ തുരങ്കം വയ്ക്കാനുള്ള പല നീക്കങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തുടർച്ചയായും കൂട്ടത്തോടെയുമുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ തെരുവുകളെയും പൊതുസ്ഥലങ്ങളെയും തെരുവുനായ ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാകൂ എന്ന് സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റിന്റെ സാരഥികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 12 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് ബീച്ച് പരിസരത്ത് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി നിരാഹാര സത്യാഗ്രഹം നടത്തും. 13 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ നിരാഹാരം തുടരും. തെരുവു നായ്ക്കളുടെ ഉന്മൂലനത്തിന് വിമുഖത കാണിക്കുന്നതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. റാബീസ് വാക്സിൻ കമ്പനികളെ വളർത്തുന്നതിന്റെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 14 വർഷം മുമ്പത്തേക്കാൾ അപേക്ഷിച്ച് ഒരു 20 ഇരട്ടിയോ 30 ഇരട്ടിയോ ഈ റാബീസ് വാക്സിന്റെ സെയിൽ കൂടിയിരിക്കുകയാണ്. എത്രയോ മടങ്ങ് റാബീസ് വാക്സിന്റെ സെയിൽ കൂടിയിട്ടുണ്ട്. ഇത് സത്യം ഇന്നലെയും നാളെ പുറത്തു വരും. ഇത്രയും വാക്സിൻ ഇവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം കമ്മീഷൻ ആർക്കൊക്കെയോ പോകുന്നുണ്ട്. മുൻപരിചയമില്ലാത്ത തൊഴിലാളികളെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കാനിറങ്ങിയ നൌഷാദിന്റെ ധീരതയും അർപ്പണ മനോഭാവവും അംഗീകരിക്കാനും കുടുംബത്തെ സഹായിക്കാനുമായി 5 ലക്ഷം രൂപ കൈമാറുമെന്ന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ എന്റെ പേഴ്സണൽ ലെവലിൽ ഒരു 5 lakhs റുപ്പീസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന പത്രത്തിൽ ന്യൂസ് വന്നതാണ്. അതിന്റെ പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിലെ വളർന്നു വരട്ടെ എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്തായിരുന്നു അത് ചെയ്തത്.